നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അസാമും കേരളവും ഒന്നാഞ്ഞു പിടിച്ചാൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ 2026 സാധിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾക്ക് പുറമെ കോൺഗ്രസിന് ഏറ്റവും വിശ്വാസ്യതയോടെ അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന 2 സംസ്ഥാനങ്ങൾ. അസാമിൽ ഗൗരവ് ഗൊഗോയ് ശക്തമായി എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ചലിപ്പിക്കുമ്പോൾ ഹിമന്ത് ബിശ്വാസ് അങ്കലാപ്പിൽ തന്നെയാണ്. പൗരത്വ വിഷയമുന്നയിച്ച് അവിടെ അനധികൃത കുടിയേറ്റക്കാർ ലക്ഷക്കണക്കിനുണ്ടെന്ന വലിയ കാടിളക്കി വെടിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി ഇങ്ങനെ ഷൈൻ ചെയ്തിരിക്കുമ്പോൾ SIR നടപടിയിലൂടെ വളഞ്ഞ വഴിയിലൂടെ ബീഹാറിൽ എങ്ങനെയാണോ അവിടെ കൃത്യമായി അധികാരം പിടിച്ചെടുത്തത് അതേ രീതിയിലൂടെ ഇവിടെയും അസാമിലും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഹിമന്തിന് ബാക്കിയുള്ളത്. ജനങ്ങളിലല്ല, ജ്ഞാനേഷ് കുമാറിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ നടപടിക്രമങ്ങളിലും ആണ് ഇപ്പോൾ ഹിമന്തിൻ്റെ ഏകവിശ്വാസ്യത. എന്നാൽ കേരളത്തിൽ BJP വളരാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ BJP വളർന്നാലും വേണ്ടില്ല, തങ്ങളുടെ ഭരണം നഷ്ടമാകാതിരിക്കാൻ CPIM നടത്തുന്ന നെറികേടുകൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതാണിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടത്. 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണവും കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായി മുന്നേറ്റം നടത്തി. ഇടതുപക്ഷത്തിന് 40 വർഷത്തിലധികം കാലമായുള്ള ഭരണം നഷ്ടപ്പെട്ടു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ പലതും കോൺഗ്രസ് പിടിച്ചെടുത്തു. ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ലീഡ് നില. അതായത് 80 അസംബ്ലി സെക്ടറുകളിൽ UDF എന്ന കോൺഗ്രസിൻ്റെ മുന്നണി സംവിധാനം 1ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്ന അവസ്ഥ. മറ്റ് സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷിയായി തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും. ഈ 3ഇടത്തും കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നിലെത്താൻ കഴിയുമെന്ന വിശ്വാസ്യത 2026 ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങൾ, അതായത് അസാമും കേരളവും, ഒരിക്കലും നഷ്ടമാകാതിരിക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടിയുണ്ട്. കേരളത്തിലാണെങ്കിൽ 2016 ശേഷം അധികാരം നഷ്ടപ്പെട്ടതാണ്. അസാമിലാണെങ്കിലും അതുതന്നെയാണ് അവസ്ഥ. ഈ 2 സംസ്ഥാനങ്ങളിലും സമാനമായ അധികാരം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച കംബാക്കായി തന്നെ കരുതാൻ കഴിയുന്ന വർഷമായിരിക്കും. ഒന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അസാമിന് ഉള്ള പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള കേരളം എന്ന സംസ്ഥാനം കൂടി പിടിച്ചെടുത്താൽ ഉള്ള അവസ്ഥ. കർണാടകയ്ക്കൊപ്പം കേരളവും തെലങ്കാനയും അധികാരത്തിൽ നിൽക്കുമ്പോൾ അത് മികച്ച ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിന് ദേശീയ തലത്തിലും മറ്റു മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ കഴിയും.